بسم الله الرحمن الرحيم. رزانة العلم من كانت تثقله يمشي بها خاضعا مقدار أثقالي ويسجد الغصن بالأثمار إذ حملت أشجاره داليا من بعد إذلال. بسم الله. റസാനത്തുൽ ഇൽമി, ഇൽമെന്ന പഴക്കുലയാകുന്നത് മൻ ഒരുത്തന്, കാനത്ത് ആ ഗാംഭീര്യമായി, തുസക്കിലുഹു തുസക്കിലു ഭാരമാക്കുന്നതായി, ഹു അവന്, യംഷി ബിഹ യംഷി അവൻ നടക്കുന്നതാണ്, ബിഹ ആ ഇൽമിൻ്റെ ഗാംഭീര്യം കാരണമായി, ഖാളിഅൻ അവൻ തന്നെ താഴ്മ ചെയ്യുന്നവനായ നിലയിൽ. മിഖ്ദാറ അസ്ഖാലി ആ ഭാരത്തിൻ്റെ കണക്കനുസരിച്ച്, അതായത് ഒരു മുതഅല്ലിം അവൻ ദർസിലേക്ക് വന്ന് ഇൽമ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനനുസൃതമായി ഓരോ ദിവസവും കിട്ടുന്ന അവൻ്റെ ഇൽമിൻ്റെ കണക്കനുസരിച്ച് അവന് വിനയം കൂടിക്കൊണ്ടേയിരിക്കും. വിനയം കൂടിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഞാൻ ഒരുപാട് അറിവുള്ളവനാണ്, എനിക്ക് ഒരുപാട് ഇൽമുണ്ട്, എല്ലാ ഫന്നിലും കഴിവുണ്ട്, ഇങ്ങനെയുള്ള ഒരു അഹങ്കാരം അല്ലെങ്കിൽ മേലോട്ട് ഉയർന്നു പോകുന്നു എന്നുള്ള ഒരു ചിന്ത, ഒരു അഹംഭാവം, അങ്ങനെയൊന്നുമല്ല ഒരു യഥാർത്ഥ ഉഖറവിയായ മുതഅല്ലിമിലും ആലിമീങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടത്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ അതിന് ഉദാഹരണം പറയാണ്, ഏതുപോലെ വയസ്ജുദു പ്രണമിക്കും, വയസ്ജുദു കുനിയും, വയസ്ജുദു താഴും എന്നൊക്കെ, സുജൂദ് ചെയ്യും എന്നൊക്കെ അർത്ഥമുണ്ട്. അൽ ഗുസ്നു മരക്കൊമ്പ്, ബിൽ അസ്മാരി പഴങ്ങൾ കാരണമായി, ഇത് ഹമലത് ചുമക്കുന്ന സമയത്ത്, അഷ്ജാറുഹു ആ പഴങ്ങളെ മരം ചുമക്കുന്ന സമയത്ത്, ഇത് ഹമലത്ത് ചുമക്കുന്ന സമയത്ത്, അഷ്ജാറുഹു ആ പഴങ്ങളെ മരം ചുമക്കുന്ന സമയത്ത് മരക്കൊമ്പ് എന്ത് ചെയ്യും? താഴ്ന്നു പോകും. ദാലിയൻ കുനിയുന്നതായ നിലയിൽ. എപ്പോ? മിൻ ബഅദി ഇദ്ലാലി ഉയർന്ന ശേഷം. അതായത് ഒരു മരം, ആ മരത്തിൽ പഴങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ആ മരം നല്ലോണം ഉയർന്ന് നല്ല ഉഷാറായി നല്ല ഒരു ഇതിൽ നിൽക്കും, ഉയർന്നിങ്ങനെ നിൽക്കും. പിന്നീട് ആ മരത്തിൽ എന്തെങ്കിലും പഴങ്ങൾ കായ്ച്ച് ആ പഴത്തിൻ്റെ കനം, അതിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഭാരം കൂടും.
ഈ ഭാരം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ പഴം നിൽക്കണ ആ മരത്തിൻ്റെ ചില്ല അതെന്ത് ചെയ്യും, ഇങ്ങനെ താഴ്ന്നു കൊണ്ടേയിരിക്കും. ഇതുപോലെ ആയിരിക്കും എന്ത്, വിനയമുള്ള അല്ലെങ്കിൽ ഉഖ്റവിയായ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അറിവ് പഠിക്കുന്ന ആരും അവൻക്ക് കിട്ടുന്ന അറിവനുസരിച്ച് അവൻ വിനയാന്വിതനായി ആകാശത്തോളം അല്ലാഹു തആല അറിവ് കൊടുത്താലും അവൻ ഭൂമിയോളം എന്ത് ചെയ്യും, താഴ്ന്ന് വല്ലാത്ത വിനയാന്വിതനാകണം എന്നാണ് ഈ പറയുന്ന ബൈത്തിൻ്റെ ആകത്തുക. അല്ലാഹു തആല നാഫിയായ ഇൽമു പഠിക്കാനും അതനുസൃതമായി പ്രവർത്തിക്കുവാനും അള്ളാഹുവിൻ്റെ പ്രീതിയോടുകൂടെ ജീവിതത്തിൻ്റെ സർവ സമയങ്ങളെയും അവൻ്റെ ത്വഅത്തിലായി ചലിക്കാനും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കാമിലായ ഈമാനോടുകൂടെ ഇവിടെ നിന്ന് വിട പറയാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.